2020 കോവിഡ് സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് 40% ക്രാഷ് ചെയ്ത അതേ വർഷം 30% മുകളിലേക്ക് പോയ ഒരു അസറ്റ് ഉണ്ട്. ഏതാണ് അസറ്റ് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും. ഗോൾഡ് ആണ് അസറ്റ്. ഈ ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക? എന്തുകൊണ്ടാണ് ഗോൾഡ് ഒരു നല്ല ഡൈവേഴ്സിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്? മാത്രമല്ല, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ഗോൾഡ് ആണ് ശരിക്കും വേണ്ടത്? അത് ഓവറായി പോയി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കുമോ? മാത്രമല്ല, ഗോൾഡ് നിങ്ങൾ വാങ്ങി വെക്കുമ്പോൾ അതിൽ കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനം ഗോൾഡ് വേണം, അതിൻ്റെ ഗുണം എന്താണ്, അങ്ങനെ ഗോൾഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാവും. ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗോൾഡ് എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ബെറ്റർ ആക്കുന്ന കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം കോറിലേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സാധനങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതിൽ നമ്മൾ പറയും പോസിറ്റീവ് കോറിലേഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറയും നെഗറ്റീവ് കോറിലേഷൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. കേരളത്തിലെ ഐസ്ക്രീമിൻ്റെ സെയിൽസും കേരളത്തിലെ ടെമ്പറേച്ചറും നമ്മൾ കമ്പയർ ചെയ്താൽ അവിടെ ഒരു കോറിലേഷൻ കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാൻ പറ്റും. എപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അപ്പോഴൊക്കെ ഐസ്ക്രീമിൻ്റെ സെയിൽസ് പൊതുവെ കൂടുതലായിരിക്കും. എപ്പോഴൊക്കെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, മഴക്കാലമായിക്കോട്ടെ തണുപ്പുള്ള സമയത്തായിക്കോട്ടെ, ഐസ്ക്രീം ആരും വാങ്ങാറുണ്ടാവില്ല, അതുകൊണ്ട് സെയിൽസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ കാണാം. അതായത് ഇത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകും, ഇത് താഴേക്ക് പോകുകയാണെങ്കിൽ ഇത് താഴേക്ക് പോകും. ഇതാണ് പോസിറ്റീവ് കോറിലേഷൻ. ഇതുപോലെ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. നിങ്ങൾ ഫോൺ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ബാറ്ററി കുറയുകയാണ് ചെയ്യുക. ഇതിനാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കോറിലേഷൻ ലോജിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി കോറിലേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതിനെ സംസാരിച്ച് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അസറ്റ്സ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പല അസറ്റ്സ് ഉണ്ടാവും. സ്റ്റോക്സ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, കുറേ അസറ്റ്സ് ഉണ്ടാവും. ആ അസറ്റ്സിൻ്റെ ഒക്കെ കോറിലേഷൻ വളരെയധികം മാറ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ എല്ലാ അസറ്റ്സും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എല്ലാം നല്ല റിട്ടേൺസ് വരും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും താഴേക്ക് പോകും, സ്റ്റോക്സും താഴേക്ക് പോകും. അങ്ങനെ പോസിറ്റീവ്ലി കോറിലേറ്റഡ് എല്ലാം ഒരുമിച്ച് താഴേക്ക് പോകും. അതായത് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ ഒറ്റയടിക്ക് താഴേക്ക് പോകും. നേരെ മറിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ അസറ്റ്സ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ താഴേക്ക് പോകും. അതേസമയം നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ് ബാക്കിയുള്ള അസറ്റ്സ് എങ്കിൽ അത് മുകളിലേക്ക് പോയിക്കോളും. ഓവറോൾ പോർട്ട്ഫോളിയോ അത്യാവശ്യം സ്റ്റേബിൾ ആയി നിന്നോളും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വിളിക്കുക ഡിവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഈ ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മ്യൂച്വൽ ഫണ്ട്സിൽ കുറേ സ്മോൾ ക്യാപ്പ്, കുറേ മിഡ് ക്യാപ്പ്, കുറേ ലാർജ് ക്യാപ്പ് ഉണ്ട്, ഇത് നല്ല ഡിവേഴ്സിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് ശരിക്കും ഡിവേഴ്സിഫിക്കേഷൻ അല്ല. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, എല്ലാം പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. നാളെ ലാർജ് ക്യാപ്പ് മുകളിലേക്ക് പോകണം, മിഡ് ക്യാപ്പ് മുകളിലേക്ക് പോകും, സ്മോൾ ക്യാപ്പ് മുകളിലേക്കും. ഓരോന്നും മുകളിലേക്ക് പോകുന്ന എമൗണ്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അത് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് വന്നാൽ നിങ്ങൾ നോക്കിക്കോ എല്ലാം താഴേക്കായിരിക്കും വീഴുക. അപ്പോൾ ഇത് നല്ല ഡിവേഴ്സിഫിക്കേഷൻ ആണോ? ഒബ്വിയസ്ലി ലാർജ് ക്യാപ്പ് മാത്രമോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് മാത്രം ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ്. പക്ഷേ ഇതല്ല ശരിക്കും ഡിവേഴ്സിഫിക്കേഷൻ. ഡിവേഴ്സിഫിക്കേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ അസറ്റ്സ് അൺകോറിലേറ്റഡ് ആയിരിക്കണം. അവർ തമ്മിലുള്ള കോറിലേഷൻ വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അസറ്റാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ. കാരണം ഗോൾഡ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാധാരണ സമയത്ത്, ഇത് ഭയങ്കര ബുൾ മാർക്കറ്റും ഇല്ല, ഭയങ്കര ബെയർ മാർക്കറ്റും അല്ല, സാധാരണ നോർമൽ ടൈമിലാണെങ്കിൽ വളരെ ലോ കോറിലേഷനാണ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കാണിക്കുക. ലോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ചില സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിന് മുകളിൽ പോകുമ്പം ഇത് കുറച്ച് മുകളിൽ പോകും, ചിലപ്പോൾ താഴേക്ക് പോകും, ചിലപ്പോൾ സ്റ്റേബിളായി നിൽക്കും. വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജും ഇല്ല, വലിയ ഡിസഡ്വാൻറ്റേജും ഇല്ല. പക്ഷേ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്താണ്, അഥവാ ക്രൈസിസിൻ്റെ സമയത്താണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രൈസിസ് പല വർഷങ്ങളിൽ ഉണ്ടാവാറുണ്ട്. 2008 ഉണ്ടായിട്ടുണ്ട്, 2020 ഉണ്ടായിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ 2001 അങ്ങനെ പല ഇയേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും 7-8 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ക്രാഷോ അല്ലെങ്കിൽ ക്രൈസിസോ വരാറുണ്ട്. അങ്ങനെ ക്രൈസിസ് വരുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകും, പക്ഷേ ഗോൾഡ് മുകളിലേക്കാണ് പൊതുവേ പോകാറ്. ഇതിൻ്റെ കാരണം മാർക്കറ്റ് ക്രൈസിസിൻ്റെ സമയത്ത് ഇവർ നെഗറ്റീവ് കോറിലേഷനാണ് കാണിക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൃത്യമായൊരു ഡേറ്റ കാണിച്ചു തരാം. ഹലോ എവരിവൺ, 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ഒരു ചാനലിൽ മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ A to Z നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് മ്യൂച്വൽ ഫണ്ട് സ്ട്രക്ചർ, ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്, എങ്ങനെയാണ് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് അസറ്റ് അലിഗേഷൻ, എന്താണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്, എല്ലാ കാര്യങ്ങളും വിത്ത് കേസ് സ്റ്റഡീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ഒരു കോഴ്സിൽ. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. ഈ ഒരു കോഴ്സിൽ നേരത്തെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യേണ്ട ഗൂഗിൾ ഫോമും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഓറഞ്ച് ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം നിഫ്റ്റി അഥവാ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയ റിട്ടേൺ ആണ്.
നീല കളറിൽ ഗോൾഡ് ഓരോ വർഷം ഉണ്ടാക്കിയ റിട്ടേൺ ആണ്. ഇപ്പോൾ ഈ ചില വർഷങ്ങളിലൊക്കെ രണ്ടും പോസിറ്റീവ് റിട്ടേൺസ് ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ 2008 നോക്കുകയാണ്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നത്. ആ സമയത്ത് നിഫ്റ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് -50% റിട്ടേൺ ആകുന്നത്. പക്ഷേ അതേ വർഷം ഗോൾഡ് തന്ന റിട്ടേൺ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 26.9% ആണ്. പോസിറ്റീവ് റിട്ടേൺ ആണ് എന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല പോസിറ്റീവ് റിട്ടേൺ ആണെന്നിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഒരു വർഷം നിങ്ങൾക്ക് സ്റ്റോക്സ് മാത്രം അഥവാ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 50%, ഇൻഫാക്ട് അതിനേക്കാളും കൂടുതൽ ഡൗൺ ആയിരിക്കും. പക്ഷേ അതേസമയം ഗോൾഡും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് താഴേക്ക് പോയിട്ടുണ്ടാവില്ല. ഇനി വേറെ നമ്മൾ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ 2011 ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺ വന്നപ്പോൾ ഗോൾഡ് പോസിറ്റീവ് റിട്ടേൺ ആണെന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പ്രകാരം കോവിഡ് സമയത്ത് നെഗറ്റീവ് റിട്ടേൺസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ അതിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ മൊത്തം ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കോവിഡ് ഇയർ മാർക്കറ്റ് ഫോളോ ചെയ്തു. അപ്പോൾ തന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കലണ്ടർ ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് കാണില്ല. പക്ഷേ നമുക്ക് ചാർട്ട് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നിഫ്റ്റി ഓൾമോസ്റ്റ് 12,000 നിന്ന് കോവിഡ് സമയത്ത് 8,700 ഫോളോ ചെയ്ത്. വലിയൊരു ഷാർപ്പ് ഫോൾ ആയിരുന്നു. പിന്നെ ഓബ്വിയസ്ലി അതേ ഇയർ തന്നെ റിക്കവർ ചെയ്ത് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഷാർപ്പ് ഫോളിൽ പലരുടെയും ഓൾമോസ്റ്റ് 40%, 50% പോർട്ട്ഫോളിയോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് 40,000 മുതൽ ഏതാണ്ട് 53,000 വരെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഡിപ്പ് കറക്ഷൻ വന്നത്, അതേസമയം തന്നെ ഗോൾഡ് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് മാർക്കറ്റ് ക്രൈസിസ് വരുന്ന സമയത്ത് ക്ലിയർ നെഗറ്റീവ് കോറിലേഷനാണ് ഈ രണ്ട് അസറ്റ് ക്ലാസും കാണിക്കുന്നത്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഒബ്വിയസ്ലി തീരെ ഫോളോ ഇല്ലാന്നല്ല, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം നിങ്ങൾക്ക് അസറ്റ്സ് ഉള്ളൂ, അല്ലെങ്കിൽ ഈവൻ ഗോൾഡിൽ മാത്രമേ നിങ്ങൾക്ക് അസറ്റ്സ് ഉള്ളൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിരിക്കും. ഇനി അടുത്തുള്ള ചോദ്യം, ഈ ഗോൾഡിൻ്റെ ഈ ഒരു അഡ്വാൻറ്റേജ്, മാർക്കറ്റ് ക്രൈസിസ് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് നമ്മൾ പ്രാക്ടിക്കലി ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസറ്റ് അലൊക്കേഷൻ ഫോളോ ചെയ്യാം. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഒരിക്കലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ ഈവൻ ഒരിക്കലും നിങ്ങൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഡെറ്റ് ഫണ്ട്സ് ഇൻക്ലൂഡഡ് ആണ്, അതുകൂടാതെ FD എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഒരിക്കലും നിങ്ങൾ ഒരു സ്പെസിഫിക് അസറ്റ് ക്ലാസ്സിൽ മാത്രമായിട്ട് ഇടരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമായിട്ട് ഇടരുത് എന്ന് പറയാൻ കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര വോളറ്റൈലാണ്, മാർക്കറ്റ് ക്രാഷ് വരും. അപ്പോൾ പോർട്ട്ഫോളിയോ 40%, 50% ഒക്കെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഡെറ്റിൽ മാത്രം അഥവാ FDയിൽ മാത്രം ഇടരുതെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ ലോങ് ടേമിൽ ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ്, റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ, കാർ വാങ്ങുന്നതായിക്കോട്ടെ, വീട് വാങ്ങുന്നതായിക്കോട്ടെ, ഒന്നും നിങ്ങൾക്ക് FDയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈവൻ ഗോൾഡിൽ മാത്രമായിട്ട് നിങ്ങൾ പൈസ മുഴുവൻ ഇടരുത്, കാരണം ഗോൾഡും വളരെ വോളറ്റൈലാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും. നേരെ മറിച്ച് നിങ്ങൾ ഒരു അസറ്റ് അലൊക്കേഷൻ ഫോളോ ചെയ്യുക. അസറ്റ് അലൊക്കേഷൻ പല രീതിയിലാവാം. നിങ്ങൾക്ക് തോന്നുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺസ് വരുന്നതാണ്, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ 70% അസറ്റ് ഇടാം. അതേസമയം ഗോൾഡിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഈ മാർക്കറ്റ് ക്രാഷ് ഒക്കെ വരുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗോൾഡിൽ 20%, ബാക്കി FDയിലും പോലത്തെ കാര്യങ്ങൾ 10% ഇടാം. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, ഓരോ ആൾക്കാരുടെ ഏജും ആ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ അസറ്റ് അലൊക്കേഷൻ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അസറ്റ് അലൊക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് എൻ്റെ പൈസയുടെ ഇത്രയും ശതമാനം സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും ഉണ്ടാവുക, ഗോൾഡിൽ ഇത്രയും ഉണ്ടാവും, ഡെറ്റിൽ ഇത്രയും ഉണ്ടാവുന്നത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് ക്രാഷ് വരുന്ന സമയത്തും അല്ലെങ്കിൽ മാർക്കറ്റിൽ ക്രൈസിസ് വരുന്ന സമയത്തൊക്കെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവും. ഇത് കുറച്ചും കൂടി കറക്റ്റ് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിച്ച് ഇസ് കോൾഡ് മാക്സിമം ഡ്രോ ഡൗൺ. മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു പീക്ക് വാല്യൂവിൽ നിന്ന് അത് എത്ര താഴേക്ക് വീഴുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഒരു സമയത്ത് 10 ലക്ഷം രൂപ വരെ വിചാരിക്കാം. പെട്ടെന്നൊരു മാർക്കറ്റ് ക്രാഷ് വന്നു, അത് മുഴുവൻ 8 ലക്ഷത്തേക്ക് ഡൗൺ ആയി. അപ്പോൾ നിങ്ങളുടെ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 20% ആണ്. ഈ ഡ്രോ ഡൗൺ എത്രത്തോളം കുറവുണ്ടോ അത്രത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോ സേഫ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടെ ഗോൾഡ് ആഡ് ചെയ്താൽ ഈ ഡ്രോ ഡൗൺ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റിസർച്ച് നടന്നുണ്ട്. ആ റിസർച്ചിൻ്റെ ഡേറ്റയാണ് ഇവിടെ കാണുന്നത്. കാണുമ്പോൾ കുറച്ച് വെറുപ്പിക്കലായി തോന്നുമെങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നത് നിഫ്റ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡ്രോ ഡൗൺ ആണ്. അപ്പോൾ പല സമയങ്ങളിൽ ഡ്രോ ഡൗൺ ഒക്കെ 60% മുകളിൽ പോയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പൈസ ഒരു സമയത്ത് 10 ലക്ഷം ആയിരിക്കും, 2008 ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ സമയത്ത് 60% ഡൗൺ ആയി. അതായത് ഓൾമോസ്റ്റ് 4 lakhsലേക്ക് അത് ഫോൾ ചെയ്തിട്ടുണ്ടാവും. ഒരു കുറച്ച് ആഴ്ചകളുണ്ടായിരിക്കും ഈ 4 lakhsൽ ഫോൾ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫോളാണ്. പിന്നെ അങ്ങനത്തെ ഡ്രോ ഡൗൺസ് പലയിടങ്ങളിലായിട്ട് കാണാം. നമ്മൾ കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് 40% ഡൗൺ ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താലാണ്. ഇനി പച്ച കളർ ലൈൻ കാണിക്കുന്നത് ഗോൾഡ് ETF-ലാണ്. അപ്പോൾ നിങ്ങൾ ഗോൾഡ് ETF വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന വഴിയാണ് ഗോൾഡ് ETF. കൂടുതൽ മനസ്സിലാക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ അതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ ഡൗൺസ് കുറച്ചുകൂടി കുറവാണ്. പക്ഷേ ഡ്രോ ഡൗൺസ് ഉണ്ട്, ഡ്രോ ഡൗൺസ് ഇല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ ഓൾമോസ്റ്റ് 30% ഡ്രോ ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ് ആയിട്ട് ഒരു വോളറ്റിലിറ്റി ഇല്ലാത്തൊരു അസറ്റ് ഒന്നല്ല. അതിൻ്റെതായ ഡ്രോ ഡൗൺസ് ഉണ്ട്, അതിൻ്റെതായ ക്രാഷുകളുണ്ട്. എന്നാൽ നിങ്ങൾ ഈ മഞ്ഞ കളർ ലൈൻ കാണുന്നത് 50% നിങ്ങളുടെ പൈസ നിഫ്റ്റിയിലും സ്റ്റോക്ക് മാർക്കറ്റിലും 50% ഗോൾഡിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഡ്രോ ഡൗൺ ആണ്. അതിൻ്റെ പ്രത്യേകത സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ക്രാഷ് കാണുന്ന സമയത്ത് ഇത് ഒബ്വിയസ്ലി ഡ്രോ ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 60% ആണ്, ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ട് പകുതിയാണ്, 30% ഉണ്ടാവുള്ളൂ. ഇനി ഗോൾഡ് ക്രാഷ് ചെയ്യുമ്പോഴോ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഗോൾഡ് ഓൾമോസ്റ്റ് 30% ആണ് ക്രാഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ 50-50 പോർട്ട്ഫോളിയോ
കാര്യമായിട്ട് ക്രാഷ് ചെയ്തിട്ടില്ല. സെയിം കാര്യം നമ്മുടെ കോവിഡ് ക്രാഷിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 40% ക്രാഷ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ 50-50 പോർട്ട്ഫോളിയോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അതിൻ്റെ പകുതി പോലും അത് ക്രാഷ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഡേറ്റ വെച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് വലിയൊരു ഇൻഷുറൻസ് ആണ്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ ക്രാഷ് വരുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങിയ പോലെ തന്നെയാണ്. ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഗോൾഡിന് ഈ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ക്രാഷ് വരുന്ന സമയത്ത് ഗോൾഡ് മുകളിലേക്ക് പോകുന്നത്. ഇതിനൊരു കാരണം ഉണ്ടാവില്ല. കാരണം ആ കാരണം മനസ്സിലാക്കിയാലേ നാളെ നിങ്ങൾക്ക് ഇത് ആക്ച്വലി പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാരണമാണ് സേഫ് ഹേവൻ സ്റ്റാറ്റസ്. അതിനർത്ഥം എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലായിക്കോട്ടെ, ഗ്ലോബൽ വേൾഡ് എക്കണോമിയിലായിക്കോട്ടെ, എപ്പോഴൊക്കെ അവിടെ ക്രാഷ് വരുന്നു അപ്പോഴൊക്കെ ആൾക്കാർ സേഫ് ആയിട്ട് കരുതുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. എല്ലാവരും ഗോൾഡിലേക്ക് അവരുടെ പൈസ ഷിഫ്റ്റ് ചെയ്യും, എല്ലാവരും ഗോൾഡ് വാങ്ങാൻ തുടങ്ങും. ഈ ഒരു ബിഹേവിയർ ഹിസ്റ്റോറിക്കലി അത് 10 അല്ല 20 അല്ല 100 200 വർഷങ്ങളായിട്ട് ഈ ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് വന്നോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിൽ വിശ്വാസം കുറയുന്നോ, അപ്പോഴൊക്കെ ആൾക്കാർ ജനറലി ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും. ഈ ഒരു ബിഹേവിയർ മനുഷ്യന്മാർ ഹിസ്റ്റോറിക്കലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് റീസെൻ്റ്ലി കോവിഡ് ക്രാഷിന് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഇനിയും ഇതുപോലത്തെ ക്രാഷുകളും അതുപോലെ അൺസർട്ടനിറ്റീസ് വരികയാണെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ, അതായത് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് ഗോൾഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ ഹ്യൂമൻ ബിഹേവിയറാണ് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇൻഫ്ലേഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ജ്. ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു എലാസ്റ്റിക് സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ എലാസ്റ്റിക് സ്കെയിൽ സാധാരണ പോലെ ഞാൻ വെച്ചിട്ട് ടേബിളിനെ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു മീറ്ററാണ് കണ്ടത് ഇതിൻ്റെ നീളം. പക്ഷേ ഇത് എലാസ്റ്റിക് ആയതുകൊണ്ട് നാളെ ആരോ ഇത് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ടേബിൾ ഞാൻ അളക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1/2 മീറ്ററേ സ്കെയിലിൽ കാണിക്കുകയുള്ളൂ. വീണ്ടും ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്തിട്ട് ഇതേ ടേബിൾ ഞാൻ പോയി മെഷർ ചെയ്താൽ ചിലപ്പോൾ 2 മീറ്റർ ആയിരിക്കും ആ സ്കെയിലിൽ കാണിക്കുക. ഇനി ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസി സിസ്റ്റമാണ്. ഈ കറൻസി സിസ്റ്റം എത്രത്തോളം ഗവൺമെൻറ് പൈസ പ്രിൻ്റ് ചെയ്യുന്നു, അതിന് മണി സപ്ലൈ കൂട്ടുന്നു, അതിനനുസരിച്ച് ആ കറൻസിയുടെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ ഈ ടേബിളാണ് ഗോൾഡ്. കറൻസിയുടെ വാല്യൂ മുകളിലേക്കും താഴേക്ക് ഇൻഫ്ലേഷൻ കാരണം പോയാലും ഗോൾഡിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ എക്കണോമിയിലെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പ് ഭയങ്കര കൂടുതലാണ് വിചാരിക്കുക. 10%, 12% ഇതൊക്കെ പല കൺട്രീസിനും സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഗോൾഡ് പൊതുവേ ആ ഇൻഫ്ലേഷൻ്റെ മുകളിലായിരിക്കും പ്രൈസ് തരിക. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻഫ്ലേഷനാണ്, 4-6% ഇടയിലാണ് നിൽക്കുന്നത്. പക്ഷേ നാളെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് 10-12% ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സേഫ്ലി പറയാൻ പറ്റും ഗോൾഡ് അതിനെയും ബീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഒരു ഹെഡ്ജ് എന്ന നിലയിൽ, ഇൻഫ്ലേഷനെ മുകളിൽ റിട്ടേൺസ് തരുന്നുള്ള അസറ്റ് എന്ന നിലയിൽ ഗോൾഡിനെ പലരും കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വളരെ ലോങ് ടേമിൽ നടക്കാറുള്ളൂ. അടുത്ത വർഷം ഇൻഫ്ലേഷൻ 5% ആണ്, ഗോൾഡ് 6% ഒരു നിർബന്ധമില്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻഫ്ലേഷനാണ് ഈ ഒരു ലൈൻ കാണിക്കുന്നത്. എപ്പോഴും ഗോൾഡ് അതിനെ ബീറ്റ് ചെയ്തില്ല, നീല കളറാണ് ഗോൾഡ്. പക്ഷേ നമ്മൾ ഈ 10-20 ഇയേഴ്സ് ആ ലെവലിലുള്ള ടൈം സ്പാൻ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഇൻഫ്ലേഷനെ ഗോൾഡ് പൊതുവെ ബീറ്റ് ചെയ്യാറ്. അല്ലാണ്ട് ഷോർട്ട് ടേമിൽ ബീറ്റ് ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കരുത്. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യമുള്ളത്, പല റിസർച്ചും കൺക്ലൂഡ് ചെയ്തത് ഭയങ്കര ഹൈ ഇൻഫ്ലേഷൻ വരുമ്പോഴാണ് ഈ ഗോൾഡ് അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുക. സാധാരണ ഇൻഫ്ലേഷനാണ് എപ്പോഴും അത് ബീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. മൂന്നാമത്തെ കാര്യമാണ് ഗോൾഡ് ടൈമിന് അഗെയിൻസ്റ്റ് ഒരു ഹെഡ്ജാണ്. അതായത് 5000 വർഷം മുമ്പുള്ള ഇൻഡസ് സിവിലൈസേഷൻ മുതൽ റോമൻ എംപയർ ആയിക്കോട്ടെ, ചോല കിങ്ഡം ആയിക്കോട്ടെ, മുഗൾ എംപയർ ആയിക്കോട്ടെ, എല്ലായിടത്തും ഗോൾഡിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ കൺട്രീസും ഓരോ എംപയർസും അവരുടേതായ കുറേ കറൻസി ഉണ്ടാക്കിയെങ്കിലും അതിൽ പല കറൻസീസ് ഇപ്പോൾ ഇല്ല. പക്ഷേ ഗോൾഡ് എന്നുള്ള പറഞ്ഞ കറൻസി ആക്ച്വലി കറൻസി അല്ല, പക്ഷേ കറൻസിക്ക് ഈക്വലായിട്ടുള്ള സാധനം ഇന്നും ഉണ്ടെന്ന് മാത്രമല്ല ആൾക്കാർ അതിനെ ഇന്നും വാല്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാർ മാത്രമല്ല, ഈവൻ നമ്മുടെ RBI പോലത്തെ പല കൺട്രീസിലെ സെൻട്രൽ ബാങ്ക്സും അവരുടെ ഖജനാവിൽ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം വളരെയധികം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആ ഗോൾഡിൻ്റെ സ്റ്റോറേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരു അസറ്റ് ക്ലാസ്സിന് വേറെ ഒരു കറൻസിക്കും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ്, ഇല്ലാത്തൊരു വാല്യൂ ഗോൾഡിന് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഗോൾഡിനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോൾഡിൻ്റെ കുറേ അഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ട് ആൾക്കാർ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ക്രൈസിസും കാര്യങ്ങളുള്ളപ്പോഴുള്ള കാര്യങ്ങളാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഗോൾഡിന് എല്ലാ അഡ്വാൻറ്റേജ് മാത്രമല്ല, പല ഡിസഡ്വാൻറ്റേജിലുണ്ട്. അതിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ഗോൾഡ് ഒരിക്കലും ഫിക്സ്ഡ് റിട്ടേൺ തരുമെന്ന് വിചാരിക്കരുത്. അതായത് എല്ലാ വർഷവും ഒരു പോസിറ്റീവ് റിട്ടേൺ, ഒരു 5% 10% റിട്ടേൺസ് തരുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ 2012 മുതൽ ഓൾമോസ്റ്റ് 2019 വരെയുള്ള 7 വർഷം നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ താഴേക്ക് മുകളിലേക്കും പോയില്ല എന്നല്ല. പക്ഷേ ഈ പോയിന്റിലെ എന്തായിരുന്നു ഗോൾഡിൻ്റെ പ്രൈസ് 7 വർഷം കഴിയുമ്പോഴും ഓൾമോസ്റ്റ് അതേ പ്രൈസ് തന്നെയായിരുന്നു, അനങ്ങിയിട്ടില്ല ഗോൾഡ്. ഇതേ പാറ്റേൺ പല വട്ടങ്ങളിലും ഗോൾഡ് കാണിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 2 ഇയേഴ്സ് അനങ്ങിയിട്ടില്ല. അപ്പോൾ പല സമയത്തും ഗോൾഡിൻ്റെ പ്രൈസ് എന്താണ്, അനങ്ങില്ല എന്ന് മാത്രമല്ല വിത്തിൻ ആ ടൈം ഫ്രെയിം പലപ്പോഴും താഴേക്ക് വരെ പോകാം. അപ്പോൾ പലരും വിചാരിക്കുന്നവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് ഓരോ വർഷം ഇങ്ങനെ റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ക്ലാസ് അല്ല. പല വർഷങ്ങളിലും അത് റിട്ടേൺസ് തരാതിരിക്കാം, ഈവൻ നെഗറ്റീവ് റിട്ടേൺസ് തരാം. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത്ര തന്നെ വോളറ്റൈലാണ്. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കി തന്നെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ഓറഞ്ച് കളറിൽ കാണുന്ന നിഫ്റ്റിയുടെ ഗ്രാഫാണ്. അത്യാവശ്യം വോളറ്റൈലാണ്, മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നത്, താഴേക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം മൊത്തത്തിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ജേണി ഭയങ്കര വോളറ്റിലിറ്റി ഉള്ള ജേണിയാണ്.
ഗോൾഡിൻ്റെയും വളരെ സിമിലറാണ്. ഗോൾഡിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ലൈനില്ല, പലപ്പോഴും അത് താഴേക്ക് പോയിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് വന്നിട്ടുണ്ട്, വീണ്ടും ഹാർഷായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഗോൾഡിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് അത്രയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡിൽ മാത്രമാണ് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണി നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ അസറ്റ് അലൊക്കേഷൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നല്ലതാണ്, നമ്മൾ ആ 50-50 ഡേറ്റ കണ്ട പോലെ. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ്, അതായത് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ ആണല്ലോ നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു അഡ്വാൻറ്റേജ് മാക്സിമം 20% ഗോൾഡ് വരെ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ 60% സ്റ്റോക്ക് മാർക്കറ്റിലെ അസറ്റ്സ് ആണ്, ബാക്കി 40% ഗോൾഡ് ആണെങ്കിൽ ഈ 40% ഗോൾഡ് നിങ്ങൾക്ക് വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റി തരുള്ളൂ. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള അസറ്റ് ഒന്നല്ല. അപ്പോൾ മൊത്തത്തിൽ പോർട്ട്ഫോളിയോ പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് കാണിക്കില്ല. എന്നാൽ ഈ ഗോൾഡിൻ്റെ ശതമാനം 20%-നെക്കാളും താഴെയാണെങ്കിൽ മിക്ക അക്കാഡമിക് റിസർച്ചും പറയുന്നത് ഒരു 5-10% മതി എന്നാണ്. ആ ഒരു ശതമാനം തന്നെ നിങ്ങൾക്ക് ഒരു വലിയ ഇൻഷുറൻസ് തരും. നാളെ മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നാൽ ഇതൊരു 10% ആണെങ്കിലും ഈവൻ 5% ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഇൻഷുറൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അക്കാഡമിക് റിസർച്ച് പറയുന്നത് 20% മുകളിൽ നിങ്ങൾ ഗോൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ നിഫ്റ്റി 50 തന്നിരിക്കുന്ന റിട്ടേൺ 12.55% ആണ്. എന്നാൽ ഗോൾഡ് ETF തന്നിരിക്കുന്ന റിട്ടേൺ 12.94 ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും 10 വർഷത്തിൽ ഗോൾഡ് ആണല്ലോ ബെറ്റർ റിട്ടേൺസ് എന്ന്. അങ്ങനെയാണ് ഫുൾ പൈസ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചിന്തിക്കുന്നത്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഗോൾഡ് തന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ INR അഥവാ ഇന്ത്യൻ റുപ്പിയിൽ റിട്ടേൺസ് ആണ്. ഇന്ത്യൻ റുപ്പിയിൽ ഗോൾഡ് തരുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ടല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുല നമുക്ക് നോക്കാം. അപ്പോൾ INR അഥവാ ഇന്ത്യൻ റുപ്പീസിൽ ഗോൾഡ് തരുന്ന റിട്ടേൺസ്, അപ്പോൾ നമ്മളൊക്കെ കാണുന്ന ഗോൾഡിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോൾഡ് US ഡോളേഴ്സിൽ വരുന്ന റിട്ടേൺസും പിന്നെ എത്രത്തോളം INR USD വെച്ച് നോക്കുമ്പോൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് US ഡോളേഴ്സിൽ വരുന്ന റിട്ടേൺ ആണ് ഗോൾഡിൻ്റെ ശരിക്കും റിട്ടേൺ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സമയങ്ങളിൽ US ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി ആക്ച്വലി ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്തത്, അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്തത്. അപ്പോൾ പൊതുവേ അതിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് നല്ലതല്ല, പക്ഷേ അത് ഗോൾഡിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ INR എത്രത്തോളം താഴേക്ക് പോകുന്നു USD വെച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഗോൾഡിൻ്റെ പ്രൈസ് INRൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട സിമ്പിൾ ഡേറ്റ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ 13% റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. അതേ 5 വർഷം നമ്മൾ INR USD എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ INR ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2.8% ആണ് ഓരോ വർഷം ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ 5 വർഷത്തിൽ ഗോൾഡ് പ്രൈസ് നമ്മൾ INRൽ എത്ര റിട്ടേൺസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 16.1% കാണാൻ പറ്റും. അതായത് US ഡോളേഴ്സിൽ ഗോൾഡ് ഉണ്ടാക്കിയ റിട്ടേൺസും പിന്നെ INR എത്രത്തോളം വീക്കായി എത്രത്തോളം ഡിപ്രീഷിയേറ്റ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത റിട്ടേൺസ് ആണ് INRൽ കിട്ടുന്നത്. അപ്പോൾ ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോൾഡ് ആക്ച്വലി ഭയങ്കര റിട്ടേൺസ് വന്നുകൊണ്ടല്ല, INR USD വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് കുറേ റിട്ടേൺസ് എക്സസ് റിട്ടേൺസ് കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഇനി അങ്ങോട്ടുള്ള 10-15 വർഷവും ഇതേപോലെ INR ഡിപ്രീഷിയേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. ഇന്ത്യൻ എക്കണോമി സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് INR ഒരു ലിമിറ്റിൽ താഴെ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗോൾഡ് കഴിഞ്ഞ 10-15 വർഷം ഉണ്ടാക്കിയ അതേ റിട്ടേൺസ് INRൽ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഈ ഗോൾഡിൻ്റെ ഈ ഹൈ റിട്ടേൺസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒബ്വിയസ്ലി ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ കുറേ റിട്ടേൺസ് ഇതിൽ വന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2-3% റിട്ടേൺസ് വന്നിരിക്കുന്നത്, എക്സ്ട്രാ റിട്ടേൺസ് വന്നിരിക്കുന്നത് INR ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി അങ്ങോട്ടുള്ള 10-15 വർഷം INR അത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അധികം റിട്ടേൺസ് ഗോൾഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 ഡിസഡ്വാൻറ്റേജുകളാണ് ഗോൾഡിനുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒബ്വിയസ്ലി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് 5%-10% ഒക്കെ ഗോൾഡ് നിങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജ് ഒന്നും അവിടെ മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുക, പ്രത്യേകിച്ച് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത്. ഇനി ലാസ്റ്റുള്ള ചോദ്യം, ഈ ഗോൾഡ് നമ്മൾ ശരിക്കും എവിടെ നിന്നാണ് വാങ്ങേണ്ടത്? അപ്പോൾ ഗോൾഡ് പല രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒന്ന് ജ്വല്ലറി ആയിട്ട് വാങ്ങാം, ഗോൾഡ് കോയിൻ ആയിട്ട് വാങ്ങാം, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം, ഗോൾഡ് ETF മ്യൂച്വൽ ഫണ്ടിൻ്റെ രൂപത്തിൽ വാങ്ങാം. ഇനി ആക്ച്വൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന SGB ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതും വേണം വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ 6 വഴികളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗോൾഡ് ഉടനെ വാങ്ങാൻ പോകുന്നവരാണ് ഇത് തീർച്ചയായും കണ്ടിരിക്കുക, കാരണം പല ഇൻസൈറ്റ്സും അതിൽ പറയുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഗോൾഡിനെ വാങ്ങുന്നതെങ്കിൽ ഇതിൽ ഗോൾഡ് ETF ആണ് ഏറ്റവും സേഫും ഏറ്റവും ചീപ്പ്. എന്നാൽ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ അഥവാ ഉപയോഗിക്കാനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ജ്വല്ലറി ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണം, ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നാളെ മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നാലും എങ്ങനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസേനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഓൾസോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല അടുത്ത എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.